ഹായ് ഗൈസ്, ഒരു ചെറിയ ബ്രേക്ക് വന്നിട്ടുണ്ട്. പിന്നെയും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഈ റീലൊക്കേഷൻ്റെ കാര്യങ്ങളുമായിട്ടൊക്കെ കുറച്ച് തിരക്കിലായതുകൊണ്ടാണ് വീഡിയോ സ്ഥിരമായിട്ട് ഇടാൻ പറ്റാത്തതും. അതേപോലെ ഇപ്പം തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കും. സോ അതിൻ്റെ ഒരു തിരക്കിൽ നടന്നുകൊണ്ടിരിക്കുക. ഇന്ന് ഞാൻ എന്തായാലും ഒരു വീഡിയോ ഇടുമെന്ന് എന്താണ് ഞാൻ അതിൽ 2 റീസണുണ്ട്. ഒന്നാമത്തെ റീസൺ, ഇതുവരെ ഞാൻ നമ്മുടെ ചാനലിൽ മലയാള സിനിമകളുടെ ഒപ്പീനിയൻ ഷെയർ ചെയ്യുന്ന സമയത്ത് അത് ആക്ച്വലി ഒ ടി ടിയിൽ റിലീസായി കഴിഞ്ഞിട്ട് മാത്രമേ എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നുള്ളൂ. കാരണം ഞാൻ സോലാപൂറിലായിരുന്നു. അപ്പോൾ സോലാപൂരിൽ നമുക്ക് മലയാള സിനിമകൾ റിലീസില്ല. അപ്പം എനിക്ക് ഒ ടി ടിയിൽ വരാൻ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടേ എനിക്ക് ഒപ്പീനിയൻ ഷെയർ ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നു. പക്ഷേ ഇപ്പം ആദ്യമായിട്ട് നമ്മുടെ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ആദ്യമായിട്ടൊരു മലയാള സിനിമ ഞാൻ തിയേറ്ററിൽ പോയി കണ്ടിട്ട് നിങ്ങളോട് ഒപ്പീനിയൻ പറയാൻ പോവുകയാണ്. ഒന്നാമത്തെ റീസൺ അത്. രണ്ടാമത്തെ റീസൺ, ഇപ്പോൾ നാളെ ഞാൻ മേ ബി ഈ വീഡിയോ ചെയ്ത് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പം രാവിലെയാവും. സോ എന്തായാലും ഓണമായി. ഇപ്പം ഞാൻ യൂട്യൂബ് ഫാമിലി സ്റ്റാർട്ട് ചെയ്തിട്ട് എനിക്കൊന്ന് ഏകദേശം ഒരു 2 മാസമായി. സോ ആ 2 മാസത്തിൽ എനിക്ക് കിട്ടിയ ഒരു 88 മെമ്പേഴ്സുണ്ട്. ആ 88 മെമ്പേഴ്സും അവരുടെ കൂടെയും കൂടി ഈ ഓണം ആഘോഷിക്കണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് എന്തായാലും ഒരു വീഡിയോ ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ചത്. അപ്പോൾ അവർക്കെല്ലാവർക്കും, ഓരോരുത്തർക്കും ഒരു ഹാപ്പി ഓണം. അതേപോലെ ഇത് കാണുന്ന എല്ലാവർക്കും നല്ലൊരു ഓണം ആയിക്കോട്ടെ, നല്ല രീതിയിൽ അടിച്ചു പൊളിക്കാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഹായ്, എനിക്കറിയാം കുറച്ച് ഡിലേസ് വന്നിട്ടുണ്ട്. തുടർച്ചയായിട്ട് എനിക്ക് വീഡിയോ ഇടാൻ പറ്റുന്നില്ല. അത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു റീലൊക്കേഷൻ്റെ കാര്യമായിട്ട് ഞാൻ ഇപ്പോഴും കുറച്ച് തിരക്കിലാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് സ്ഥിരമായിട്ട് വീഡിയോ ഇടാൻ പറ്റാത്തത്. അതെന്തായാലും ഏകദേശം നമുക്ക് കൂടുതൽ ലാഗ് അടുപ്പിക്കുന്നില്ല. സോ ഹായ്, വണക്കം, നമസ്കാരം, നമസ്തേ. ഞാൻ നിങ്ങളുടെ ശ്രീഹരി. നോട്ട് എ റിവ്യൂ എന്ന സീരീസിൻ്റെ 6ാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ടൊവിനോ തോമസ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച് സുജിത് നമ്പ്യാരും ദീപു പ്രദീപും കൂടി സ്ക്രിപ്റ്റ് എഴുതിയ അജയൻ്റെ 2ാം മോഷണം എന്ന് പറഞ്ഞ സിനിമയാണ്. ഞാൻ ഉച്ചയ്ക്കാണ് പോയി കണ്ടത്. ഉച്ചയ്ക്ക് പോയി കണ്ട് ഇച്ചിരി നേരമായി വന്നിട്ട്. എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഒറ്റ വരി പറഞ്ഞാൽ അടിപൊളി പടം. ഒരു വിഷ്വൽ ട്രീറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഒരിക്കലും കുറഞ്ഞു പോകില്ല. അതിൽ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ചില സിനിമകൾ തിയേറ്ററിൽ പോയി കണ്ടിട്ട് തിരിച്ചിറങ്ങുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുള്ളൊരു ഏറ്റവും വലിയൊരു കാര്യം തന്നെ ഇത് തിയേറ്ററിൽ വന്ന് തന്നെ കാണണം. ഇത് ഒ ടി ടിയിൽ വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ ആയിരിക്കും, അത് എങ്ങനെ പ്രേക്ഷകനെടുക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ തിയേറ്ററിൽ നമ്മൾ പോയി കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ഗൂസ് ബംസ് മൊമെൻറ്റും നമുക്ക് കിട്ടുന്ന ഒരു എന്താ പറയുക, ഒരു ഫീലിംഗ് ഉണ്ട്. ആ ഫീലിംഗ് നമുക്കൊരിക്കലും ഒ ടി ടിയിൽ കാണുമ്പം കിട്ടില്ല. ആ ഒരു എക്സ്പീരിയൻസിലാണ് ഞാൻ പറയുന്നത്. അത് തീർച്ചയായിട്ടും ഈ സിനിമയിലുണ്ട്. കാരണം ഇത് തിയേറ്ററിൽ ആ ഓളത്തിൽ ഇരുന്ന് കാണേണ്ട സിനിമയാണ്. ഇത് ഞാൻ 3Dയിലാണ് കണ്ടത്. കാരണം ഞാൻ ഈ സിനിമ ഇറങ്ങി കുറേ പേര് പറയുന്നത് കേട്ടു. എനിക്കൊന്ന് ഫസ്റ്റ് ഡേ സംതിങ് ഒരു 3D ഷോസിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ട് 3D ഷോസ് നടന്നിട്ടില്ലായിരുന്നു എന്ന് തോന്നുന്നു. ഫസ്റ്റ് ഡേ മോർണിംഗിൽ ഉച്ച കഴിഞ്ഞിട്ടാണ് എനിക്കൊന്ന് 3D ഷോ സ്റ്റാർട്ട് ചെയ്തത്. സോ എന്നോട് ഫസ്റ്റ് ഡേ കണ്ടവർ പലരും പറഞ്ഞെന്ന് പറഞ്ഞാൽ 3Dയിൽ കാണാൻ ശ്രമിക്കണം, എനിക്ക് കാണാൻ പറ്റില്ല, ഞാൻ 2Dയിലാണ് കണ്ടത്. സോ എന്തായാലും ഞാൻ 3Dയിൽ ആണ് ഇന്ന് സിനിമ കണ്ടത്. അതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടായിരുന്നു. അതിൽ പല ഷോട്ട്സും പല സീൻസും നമ്മൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് 3D ആ ഒരു എഫക്റ്റിന് വേണ്ടി തന്നിരിക്കുകയാണ്. അതിൽ പല എന്താ പറയുക സീൻസും ഉണ്ട്. ഒരു സെക്കൻഡ് ഹാഫിൽ ഇവർ
ഞാൻ സ്പോയിലറുമായിട്ട് പറയുന്നില്ല, ഒരു ക്യാരക്ടർ ഒരു സാധനം അല്ലെങ്കിൽ ആ സിനിമയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഒരു ട്രഷറിന് അവർ കരുതുന്ന ഒരു കാര്യമുണ്ട്. ആ സാധനം ലൈക്ക് എന്താ പറയുന്നത്, കണ്ടെത്താൻ പോവുകയാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പം അവർ ഓരോ പോയിന്റ് ചെല്ലുന്ന സമയത്ത് കുറേ ട്രാപ്സ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ട്രാപ്സ് വരുന്ന സമയത്ത് ഒരു ട്രെയിലറിലും എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്നറിയില്ല, ട്രെയിലറിലും ഉണ്ട് ആ ഒരു ആരോ ഇങ്ങനെ പോകുന്നൊരു സീനൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് 3Dയിൽ കിട്ടുന്ന സമയത്ത് അതൊരു കിടില എഫക്റ്റാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ മലയാളത്തിൽ ഞാൻ ലാസ്റ്റ് 3Dയിൽ കണ്ടത് ഈ ഒരു ഹിന്ദി സിനിമയാണ്, ബഡേ മിയ ചോട്ടേ മിയ എന്ന് പറയുന്നത്. ആ ഹിന്ദി സിനിമയാണ് ഞാൻ 3Dയിൽ കണ്ടത്. സോ മലയാള സിനിമ എനിക്ക് തോന്നുന്നു ഞാൻ അടുത്തിടെ ഒന്നും അങ്ങനെ 3Dയിൽ ഒരു മലയാള സിനിമ കണ്ടിട്ടില്ല. സോ അതിൻ്റെ ഒരു സന്തോഷം ഈ സിനിമ കാണുന്നുണ്ടായിരുന്നു. ഈ സിനിമ ഞാൻ തിയേറ്ററിൽ കാണാൻ പോകുന്ന സമയത്ത് എനിക്ക് ഇതിൻ്റെ ടെക്നിക്കൽ ബേസോ ടെക്നിക്കൽ ആസ്പെക്റ്റിൽ ആരൊക്കെയാണെന്നോ ഒന്നും അറിയില്ല. ഞാനൊരു ടൊവിനോ ഫാനാണ്. പിന്നെ ഇത് കുറേ നാളായിട്ട് നമ്മൾ ചില സിനിമകൾ കാണില്ല, ഓട്ടോമാറ്റിക്കലി ഹൈപ്പ് വരുന്ന ചില സിനിമകളുണ്ട്, നമ്മളിങ്ങനെ ഒരുപാട് കുറേ നാളായിട്ട് കേട്ട് അങ്ങനെ ഒരു സിനിമയാണ് ആക്ച്വലി അജയൻ്റെ രണ്ടാം വർഷം. എനിക്ക് തോന്നുന്നു ഒരു 2022 എന്നൊക്കെ ഈ സിനിമ ഞാൻ ഇങ്ങനെ കേട്ടു തുടങ്ങി. അങ്ങനെ ഇങ്ങനെയാണ് ഈ സിനിമ, ഇതിപ്പോൾ ഇങ്ങനെ ഈ സ്റ്റേജിലാണ് ആ സ്റ്റേജിലാണെന്ന് ഞാൻ പലയിടത്തും കേട്ട് ഓൾറെഡി ഈ സിനിമ കാണണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. സോ അത് 3Dയിലും കൂടി ആയപ്പം ഹൈബ്ഡായി. സോ ഞാൻ പറഞ്ഞു വന്നത്, ഇതിൻ്റെ ടെക്നിക്കൽ ബേസിൽ ആരാണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷേ നമ്മൾ പറയില്ലേ, നമ്മൾ ചെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എഫക്റ്റിൽ ഞാൻ ഇൻ്റർവെല്ലിൽ ഇതിൻ്റെ ടെക്നിക്കൽ ആസ്പെക്റ്റ് ആരാണ്, ക്രെഡിറ്റ്സ് ഞാൻ ശ്രദ്ധിച്ചില്ല. ആക്ച്വലി അതെൻ്റെ തെറ്റാണ്, ഞാൻ ക്രെഡിറ്റ്സും ശ്രദ്ധിച്ചില്ല. അപ്പം നോക്കിയപ്പോഴാണ് ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി ജോമോൻ ടി ജോൺ, എഡിറ്റിംഗ് ഷമീർ മുഹമ്മദ്, സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത് സുജിത് നമ്പ്യാർ, അതേപോലെ നമ്മുടെ ദീപു പ്രദീപ്. എനിക്ക് തോന്നുന്നു ഗുരുവായൂരമ്പല നടയിലൊക്കെ പുള്ളിയുടെ സ്ക്രിപ്റ്റാണെന്ന് തോന്നുന്നു. ഗുരുവായൂരമ്പല നടയിൽ അത് പുള്ളിയുടെ സ്ക്രിപ്റ്റായിരുന്നു. സോ ആ പുള്ളിക്കാരനാണ് ഇത്രയും ഒരു ടെക്നിക്കൽ ഇതിൻ്റെ VFX വർക്ക്സ് ഒക്കെ ആരാന്ന് എനിക്കറിയില്ല. കിടിലമായിട്ടാണോ, നമുക്കൊരിക്കലും ഒരു ഏച്ചുകെട്ട് പോലെ ഫീൽ ചെയ്യത്തില്ല. ചില സിനിമകൾ നമ്മൾ VFX കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് VFX ആണ്, പക്ഷേ ഇതിനകത്ത് ആ ഒരു ഏച്ചുകെട്ടിൽ നമുക്ക് ഫീൽ ചെയ്യുന്നതേ ഇല്ല. അതേപോലെ അതിന് 3D വർക്ക്സ് ആയാലും ഒന്നും നമുക്ക് എന്താ പറയുക, ചിലപ്പം ചിലത് ആഴത്തിലൊക്കെ അറിയാവുന്നവർക്ക് ചിലപ്പോൾ അതിലെന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ ഞാൻ കണ്ട സമയത്ത് എനിക്ക് ആക്ച്വലി ഞാൻ ആ സിനിമ സ്റ്റാർട്ട് ചെയ്ത് അവസാനിക്കുന്നവരെ നമ്മുടെ മനസ്സിലൊരു സന്തോഷം ഉണ്ടാവില്ല. ഒരു നല്ലൊരു സിനിമ അല്ലെങ്കിൽ ഒരു കണ്ണിന് കുളിർമയേകുന്ന ഒരു സിനിമ കണ്ടതിൻ്റെ ഒരു സന്തോഷം എനിക്ക് ആദ്യം തൊട്ട് അവസാനം വരെ ഉണ്ടായിരുന്നു ഈ സിനിമയിൽ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ സിനിമയിലെ കാസ്റ്റും ആക്ച്വലി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാസ്റ്റാണ്. അതിൽ എനിക്ക് തോന്നുന്നു ഈ സിനിമയിലൊരു 3 റൊമാൻറ്റിക് ട്രാക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇതേപോലത്തെ ചില വലിയ സിനിമകളിൽ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളൊരു കാര്യമാണ്, പാരലായിട്ട് റൊമാൻറ്റിക് ട്രാക്ക് കുറച്ച് ലാഗ് അടിക്കും. എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് വീട്ടിലായിരുന്നെങ്കിൽ ഇത് അടിച്ച് കളയാമെന്ന് വിചാരിച്ച്. പക്ഷേ ഇവിടെ 3 റൊമാൻറ്റിക് ട്രാക്സ്, 3 ക്യാരക്ടേഴ്സ്, ടോവിനോ 3 ക്യാരക്ടറാണ് അവതരിപ്പിക്കുന്നത്. കുഞ്ഞിക്കേളു, മാണിക്കൻ, അതേപോലെ അജയൻ എന്ന് പറയും. ഈ 3 പേരുടെയും റൊമാൻറ്റിക് ട്രാക്സ് ഒരിക്കലും നമുക്ക് ക്രിഞ്ചായിട്ട് ഫീൽ ചെയ്യുന്നത് മാത്രമല്ല, ഒരു ഡ്രാഗ് അല്ലെങ്കിൽ ഒരു ലാഗ് നമുക്ക് കൊണ്ടുവരുന്നില്ല എന്നുള്ളത് മാത്രമല്ല, അതേ സമയത്ത് അതിൻ്റെ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഇൻറ്റൻസിറ്റി നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന പോലെയാണ് ആ സിനിമയിൽ അത് എടുത്തിരിക്കുന്നത്. സോ അതും ആക്ച്വലി ഒരു ക്വാളിറ്റിയാണ്. പിന്നെ എനിക്ക് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ 3 ലീഡ് ക്യാരക്ടേഴ്സും കിടിലമായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് സുരഭി ലക്ഷ്മി ഉണ്ട് ഇതിനകത്ത്, അത് കിടിലമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അതേപോലെ കൃതി ഷെട്ടി ആണെങ്കിലും ഐശ്വര്യ രാജേഷ് ആണെങ്കിലും അവരെല്ലാം കിടിലമായിട്ട് ചെയ്തിട്ടുണ്ട്. ടൊവിനോ തോമസിനൊപ്പം തന്നെ എല്ലാ കാസ്റ്റും, അതിൽ ഈ 3 ലീഡ് ക്യാരക്ടേഴ്സ് ഉൾപ്പെടെ, അതേപോലെ തന്നെ ബേസിൽ ജോസഫ് ഉണ്ട്, ജഗദീഷ് ചേട്ടനുണ്ട്, സുധീഷ് ചേട്ടനുണ്ട്, ഞാൻ പറഞ്ഞല്ലോ സുരഭി ചേച്ചി, ഐശ്വര്യ രാജേഷ്, കൃതി ഷെട്ടി, പിന്നെ അങ്ങനെ ഒരുപാട് നല്ലൊരു കാസ്റ്റുണ്ട്, സഞ്ജു ശിവറാമ, അങ്ങനെ ഒരു ഭയങ്കര ഒരു കാസ്റ്റുണ്ട്. ബേസിൽ ഒരു ഹ്യൂമർ അല്ലെങ്കിൽ ഒരു കോമഡി അധികം ഇല്ല സിനിമയിൽ. ആക്ച്വലി ഒരു സട്ടിലായിട്ടുള്ളൊരു ഹ്യൂമർ ആ ഒരു ഇത് പിടിച്ചാണ് പോകുന്നത്. അതേപോലെ ആക്ഷൻ സീക്വൻസ് ഒക്കെ പൊളി.
സോ മൊത്തത്തിൽ പറഞ്ഞാൽ പടം ഒരു അടിപൊളി, ഈ ഓണത്തിന് ഓളത്തിലിരുന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് അജയൻ്റെ രണ്ടാം മോഷണം. എല്ലാവരും തീർച്ചയായിട്ടും എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കാണുക. ഒരിക്കലും ഒരു എന്താ പറയുന്ന ഒരു നഷ്ടമാവില്ല. അത് ഓരോരുത്തരും അവരവരുടെ കാഴ്ചപ്പാട് വെച്ചാണ് സിനിമ കാണുന്നത്. ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടില്ല. എൻ്റെ ഒരു കാഴ്ചപ്പാടിലാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു. സോ ഞാൻ സജസ്റ്റ് ചെയ്യുകയാണ് ഒരു വട്ടം കണ്ടു നോക്കാൻ. നല്ലൊരു 3Dയിൽ കാണാൻ ശ്രമിക്കുക. 2Dയിലും ഉണ്ട് സിനിമ, 3Dയിൽ കാണാൻ ശ്രമിക്കുക. 3Dയിൽ അതിൻ്റെ ഒരു എഫക്റ്റ് ഭയങ്കരമാണ്. അതേപോലെ തന്നെ മ്യൂസിക്കും നല്ല ഇതിൽ വന്നിട്ടുണ്ട്. ഇതിൽ 2 ട്രാക്കുണ്ട്. ഒരു ട്രാക്ക് നമുക്ക് പുറത്ത് വന്നിട്ടുണ്ട്, പക്ഷെ വേറെ ഒരു ട്രാക്കും കൂടി ഉണ്ട്. അതൊക്കെ പൊളിയായിട്ട് വന്നിട്ടുണ്ട് സിനിമയിൽ. സോ ഇതായിരുന്നു എൻ്റെ ഒപ്പീനിയൻ. പറയാൻ മറന്നൊരു കാര്യമുണ്ട്. ഓണം ആശംസ നാട്ടുകാരെ ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തർക്കും ആൾക്കൊന്നു വെച്ച് എൻ്റെ വക ഓണാശംസ. എല്ലാവർക്കും നേരുന്ന ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം. അടിച്ച് പൊളിച്ച് ആഘോഷിച്ച് ഓണം ആഘോഷിക്കുക. സന്തോഷമായിട്ടിരിക്കുക, സമാധാനമായിട്ടിരിക്കുക. അടുത്ത ഓണത്തിന് നമ്മൾ കാണുമ്പോൾ ഇതിലും സന്തോഷമായിട്ടിരിക്കട്ടെ എന്ന് എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട്, വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലുള്ള വീഡിയോ നിങ്ങളുടെ അടുത്ത് പെട്ടെന്ന് എത്താൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇഷ്ടപ്പെടുമെങ്കിൽ ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ എന്നോട് പറയുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഒരു ഹാപ്പി ഓണം വീണ്ടും നേർന്നുകൊണ്ട് സൈനിങ് ഓഫ്. ബൈ. അടിയളിയാ ഒരു പാട്ട്